ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ടർബൗണ്ട് മെക്കാഡം റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ആയിരുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ബിറ്റുമിനസ് റോഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എർത്ത് ആൻഡ് റോഡിനെ പറ്റി ഡിസ്കസ് ചെയ്തു, വാട്ടർബൗണ്ട് മെക്കാഡം റോഡിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി അതിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് എന്താണ്, ബിറ്റുമിനസ് റോഡാണ്. ബിറ്റുമിനസ് റോഡും പിന്നെ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡുമാണ്. അതിൽ ബിറ്റുമിനസ് റോഡിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ബിറ്റുമനും ടാറും തമ്മിൽ. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ റോഡ് ടാർ ചെയ്യാന്ന് മാത്രമേ പറഞ്ഞ് കേൾക്കാറുള്ളൂ, അല്ലാതെ റോഡ് ബിറ്റുമൻ ചെയ്യാണ് അങ്ങനെയൊന്നും പറയാറില്ല. അപ്പോൾ പണ്ട് നമ്മൾ വൈഡായിട്ട് ഒരുപാട് എല്ലായിടത്തും യൂസ് ചെയ്തിരുന്നത് ടാറിങ് തന്നെയാണ്. പക്ഷേ പിന്നെ ടാറിനേക്കാൾ ബെറ്റർ പ്രോപ്പർട്ടീസ് ബിറ്റുമിൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ടാറിനെ റീപ്ലേസ് ചെയ്ത് ബിറ്റുമിൻ വന്നത്. അപ്പോൾ രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്. ഒന്ന് കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്, മറ്റേത് കിട്ടുന്നത് കൽക്കരിയിൽ നിന്നാണ്. രണ്ടും ബ്ലാക്ക് കളർ തന്നെയാണ്. പക്ഷെ ടാർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി കൂടുതലാണ്, പെട്ടെന്ന് ഉരുകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡ് ടാറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടാക്കുന്നത്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് എന്താണ് ബിറ്റുമിൻ, എന്താണ് ടാർ എന്ന് നോക്കാം. ഇപ്പോൾ ബിറ്റുമിനസ് ബൈൻഡേഴ്സ് യൂസ്ഡ് ഇൻ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻക്ലൂഡ് ബോത്ത് ബിറ്റുമിൻ ആൻഡ് ടാർ. നമ്മൾ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷന് വേണ്ടി അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷന് നമ്മൾ ബിറ്റുമിനും ടാറും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ബിറ്റുമിനും ടാറിനും ഒരേ അപ്പിയറൻസ് തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് കളർ തന്നെയാണുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവയെ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നും ഒന്ന് കിട്ടുന്നത് കോളിൽ നിന്നാണ്. പെട്രോളിയത്തിൻ്റെ ഡിസ്റ്റിലേഷൻ വഴി മറ്റു കോളിൻ്റെ ഡിസ്റ്റിലേഷൻ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ടാറ് കിട്ടുന്നത് നമുക്ക് കോളിൽ നിന്നാണ്, കൽക്കരി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിക് മെറ്റീരിയൽ. ഇപ്പോൾ കൽക്കരി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എന്താണ്, മരങ്ങൾ മണ്ണിൻ്റെ അടിയിൽ പെട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെ എന്താണ് മുറിച്ച് മാറ്റി ഒഴിവാക്കിയിട്ടുള്ള മരങ്ങൾ കുറേ കാലം മണ്ണിനടിയിലൊക്കെ പെട്ട് അവിടെ കടന്ന് ദ്രവിച്ച്, നമുക്കറിയാം ഏത് മെറ്റീരിയലും എന്താണ് ഡീക്കേ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കാർബൺ കണ്ടൻറ് ഉണ്ടാവും. അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കടന്ന് മൈക്രോ ഓർഗാനിസം ഒക്കെ അതിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞുണ്ടാക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ് ചാർക്കോൾ എന്ന് പറയുന്നത്. ആ കോളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിസ്കസ് ആയിട്ടുള്ള ടാർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ വഴി ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അതായത് എന്താണ് വായുവിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല അല്ലെങ്കിൽ വായു ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, വായുവിൻ്റെ ആബ്സെൻസിൽ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ നടത്തിയിട്ട് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടാർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, നോർമലി നമുക്ക് കൽക്കരി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കറുത്തായിരിക്കുന്നത്. അപ്പോൾ വായുവും കൂടി ഇല്ലാണ്ടായി കഴിയുമ്പോൾ കൂടുതൽ എന്തായിരിക്കും, വായുവിൻ്റെ അഭാവത്തിലാവുമ്പോൾ എന്തായാലും അവിടെ ഡാർക്കായിരിക്കും ഉണ്ടാവുക കളർ അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴി കിട്ടുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ടാർ എന്ന് പറയുന്നത്. അപ്പോൾ ടാർ ഏത് മെറ്റീരിയലിൽ നിന്നാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ടാർ എന്ന് പറഞ്ഞാൽ ഒരു വിസ്കസ് ലിക്വിഡാണ്. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നാച്ചുറൽ ഓർഗാനിക് മെറ്റീരിയൽ ആയിട്ടുള്ള വുഡിൽ നിന്നോ അല്ലെങ്കിൽ കൽക്കരിയിൽ നിന്നോ അവ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ്റെ ആബ്സെൻസ് ഓഫ് എയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടാർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൽക്കരി ഒബ്റ്റെയിൻ ചെയ്യുന്നതും ബേസിക്കലി മരത്തിൽ നിന്നാണ്. ചിലപ്പോൾ നമ്മൾ മരത്തിൽ നിന്ന് നേരിട്ട് മരത്തിന് കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി ഇതേപോലെ എന്താണ് നമുക്ക് നാച്ചുറലി ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് കോൾ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരുപാട് കാലം ഭൂമിക്കടിയിൽ മരം കടന്നത് അതിൽ കുറേ പ്രോസസ്സൊക്കെ നടന്നിട്ട് അത് കൽക്കരിയായി മാറി കിട്ടുന്നതാണ് കോൾ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യലി മരത്തിനെ ഉപയോഗിച്ചിട്ട് അതിനെ ചാരമാക്കി മാറ്റി അല്ലെങ്കിൽ അതിനൊരു കൽക്കരി പോലുള്ളൊരു ഇതാക്കി മാറ്റി. ഇപ്പോൾ നമുക്കറിയാമല്ലോ മരം കത്തിച്ച് കഴിഞ്ഞാൽ കരിക്കട്ടയായിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത് വേറെ കോളാണ്, വേറെ ടാറാണ്. അതല്ല കൽക്കരിയിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസിന് ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ വുഡ് ടാറും ഉണ്ട്, കോൾ ടാറും ഉണ്ട്. ഇപ്പോൾ വുഡ് ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ എന്താണ് വുഡിനെ ചാർക്കോളായി മാറാൻ വിടുന്നില്ല, അല്ലെങ്കിൽ വുഡ് ചാർക്കോളാക്കി അവിടെ മാറ്റുകയാണ് നമ്മൾ. അതായത് കോളാവാൻ വിടുന്നില്ല. ചാർക്കോൾ എന്ന് വെച്ചാൽ എന്താ, മരം കത്തിച്ചിട്ട് നമ്മുടെ കരിക്കട്ട, ആ കരിക്കട്ടയിൽ നിന്ന് അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് വുഡ് ടാർ എന്ന് പറയുന്നത്. കോൾ ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കൽക്കരിയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ബൈ നാച്ചുറൽ പ്രോസസ്സ് വുഡ് മാറി കോളായി അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് എടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് മോർ വൈഡ്ലി യൂസ്ഡ് ഫോർ റോഡ് വർക്ക് ബിക്കോസ് ഇറ്റ് ഈസ് സുപ്പീരിയർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഫ്രം വിച്ച് ടാർ ഈസ് ഡിറൈവ് ഇറ്റ് ഈസ് റെഫേർഡ് ആസ് വുഡ് ടാർ ഓർ കോൾ ടാർ. പിന്നെ ഇത്
റോഡ് വർക്കിനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായതുകൊണ്ടാണ് നമ്മൾ റോഡ് വർക്കിന് അത് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പോൾ ഈ റോഡ് ടാർ 5 കാറ്റഗറി ഉണ്ട്, പല രീതിയിലുള്ള ടാർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതിൽ നമ്മൾ റോഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ടാർ തന്നെ 5 കാറ്റഗറിയല്ല. അപ്പോൾ റോഡ് ടാർ എന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ RT എന്ന് എഴുതുന്നത്. RT1, RT2, RT3, RT4 ആൻഡ് RT5 അങ്ങനെയാണ് അതിന് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്കോസിറ്റി അനുസരിച്ചും മറ്റ് പ്രോപ്പർട്ടീസ് അനുസരിച്ചുമാണ് നമ്മളതിനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ RT4 ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രീമിക്സ് ടാറിനാണ്. ബേസ് കോഴ്സിൻ്റെ പ്രീമിക്സിങ് മെത്തേഡ്. പ്രീമിക്സ് ചെയ്യാന്ന് വെച്ചാൽ ടാറിങ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ള എന്താണ്, റോഡിൽ കല്ലൊക്കെ നിരത്തി എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ടാറിങ്, അങ്ങനെയല്ല. പ്രീമിക്സ് മെത്തേഡിൽ ആദ്യം തന്നെ നമ്മളുടെ കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ടല്ലോ, കല്ലൊക്കെ അല്ലേ. ഇപ്പോൾ ബേസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സൈസ് കൂടിയിട്ടുള്ള മെറ്റലാണ് അല്ലേ, അതിനെ നമ്മൾ ആദ്യമേ ടാറുമായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് റോഡിൽ നിരത്തുന്നത്. അതാണ് പ്രീ മിക്സിങ് എന്ന് പറയുന്നത്, അതായത് വർക്കിൻ്റെ മുന്നേ മിക്സ് ചെയ്യുക. RT5 നമ്മൾ ഗ്രൗട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് സർഫസ് വീറിങ് കോഴ്സ് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റലിനെ നിരത്തിയതിന് ശേഷം കോമ്പാക്ഷൻ നടത്തും റോളേഴ്സ് കൊടുത്തിട്ട്. അങ്ങനെ കോമ്പാക്ഷൻ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഗ്രൗട്ടിങ് പർപ്പസിനാണ് RT5 യൂസ് ചെയ്യുന്നത്. അതിനാണ് റോഡ് ടാറിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിസ്കോസിറ്റി കൂടിയത് RT5-ന്. സോ RT1-നായിരിക്കും ഏറ്റവും കുറവ് വിസ്കോസിറ്റി അല്ലേ, നമുക്ക് ഏകദേശം ഉദ്ദേശിക്കാം. അപ്പോൾ നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്താണ് വിസ്കോസിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി RT1-ന് ലോവസ്റ്റ് വിസ്കോസിറ്റിയാണ്, അത് സർഫസ് പെയിൻറ്റിങ് അണ്ടർ എക്സെപ്ഷനലി കോൾഡ് വെതർ ആസ് ഇറ്റ് ഹാസ് ലോ വിസ്കോസിറ്റി. അപ്പോൾ ഈ കോൾഡ് വെതർ കണ്ടീഷനിൽ സർഫസ് പെയിൻറ്റിങ്ങിനാണ് RT1 ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ അതിന് വിസ്കോസിറ്റി കുറവാണ്. വിസ്കോസിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് അതിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. വിസ്കോസിറ്റി പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അപ്പോൾ വിസ്കോസിറ്റി കുറവായതുകൊണ്ട് അത് എളുപ്പത്തിൽ എന്ത് ചെയ്യും, അതിന് ഒഴുകി സർഫസിനെ ഫില്ല് ചെയ്യാൻ, സർഫസിൻ്റെ വേഗം പരത്താനായിട്ട് സാധിക്കും. അപ്പോൾ കോൾഡ് വെതർ കണ്ടീഷൻസിലൊക്കെ പെട്ടെന്ന് നമുക്ക് കോൾഡ് വെതർ കണ്ടീഷൻ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സെപ്ഷനലി കോൾഡ് വെതർ കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലോ വിസ്കോസിറ്റി ആയതുകൊണ്ട് തന്നെ സർഫസ് പെയിൻറ്റിങ് അണ്ടർ എക്സെപ്ഷനലി കോൾഡ് വെതർ കണ്ടീഷൻസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറവാണ്, വിസ്കോസിറ്റി കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി RT2 റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ് അണ്ടർ നോർമൽ ഇന്ത്യൻ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഇന്ത്യൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇവിടെ ചൂട് കൂടുതലാണ് അല്ലേ, തണുപ്പ് കുറവാണ്, അപ്പോൾ ചൂട് കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യുന്നത് സർഫസ് പെയിൻറ്റിങ്ങിന് യൂസ്. ഇപ്പോൾ RT1 നമ്മൾ പറഞ്ഞു എന്താ എക്സെപ്ഷനായി നമ്മൾ കോൾഡ് വെതർ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്ന വിസ്കോസിറ്റി കുറവാണെന്നുള്ളത്. പക്ഷേ RT2 എന്ന് പറയുമ്പോൾ എന്താണ്, വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലോ ചെയ്യും. അപ്പോൾ കോൾഡ് വെതർ ആകുമ്പോൾ അവിടെ ചൂട് കുറവാകുമ്പോൾ അവിടെ എന്താണ് ടെമ്പറേച്ചർ കാരണം അത് മെൽറ്റ് ചെയ്തിട്ട് അതിന് ഒഴുകാൻ ഉള്ള ടെൻഡൻസിയൊക്കെ അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ വിസ്കോസിറ്റി കുറഞ്ഞാലാണ് അത് പെട്ടെന്ന് സ്പ്രെഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കോൾഡ് വെതറിൽ അവിടെ അത് യൂസ് ചെയ്യുന്നത്. RT2 എന്ന് പറയുമ്പോൾ സർഫസ് പെയിൻറ്റിങ് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ ചൂട് കൂടുതലാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ്, മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ വിസ്കോസിറ്റി എന്തായിരിക്കണം, കുറച്ചുകൂടി ഉണ്ടാവണം. പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഫ്ലോ ചെയ്യരുത്. അവിടെ അത് ഉറച്ച് നിൽക്കുന്നതിന് വേണ്ടി സർഫസ് പെയിൻറ്റിങ് നമ്മൾ യൂസ് ചെയ്യുക RT2 ആണ്. RT3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ used for surface painting, renewal coats and pre-mixing chips for top coats and light carpets. സർഫസ് പെയിൻറ്റിങ്ങിനെ യൂസ് ചെയ്യുക, പ്രധാനമായിട്ടും യൂസ് ചെയ്യുക മേലെ നമ്മൾ ചെറിയ ചീള് കല്ലുകൾ ഉപയോഗിക്കുമല്ലോ മേലെ സർഫസ് ഡ്രസ് ചെയ്യുമ്പോൾ, അതായത് ചെറിയ ഓട്ടകളെല്ലാം അടയ്ക്കുന്നതിന് നമ്മൾ കോമ്പാക്ഷൻ ചെയ്ത് ബേസ് കോഴ്സ് വന്ന് അതിൻ്റെ മേലെ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചെറിയ ഇടയിലുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വളരെ ചീള് കല്ലുകൾ യൂസ് ചെയ്യും, ചിപ്പിംഗ് കാർപ്പറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആ ഇതിനെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, ടാറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലേ ചെയ്യുക റോഡിൻ്റെ മേലെ. അപ്പോൾ അതിനാണ് RT3 യൂസ് ചെയ്യുന്നത്. RT4 പറഞ്ഞു നമ്മളല്ലേ പ്രീമിക്സിങ് ടാർ മെക്കാഡം ഇൻ ബേസ് കോഴ്സിന് പ്രീമിക്സിങ് ചെയ്യാം. ബേസ് കോഴ്സിലുള്ള കോഴ്സ് അഗ്രിഗേറ്റിനെയൊക്കെ ഓൾറെഡി ടാറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനത്തെ വർക്കിനാണ് എന്താണ് RT4 എന്ന് പറയുന്ന ടാർ യൂസ് ചെയ്യുക. RT5 ഗ്രൗട്ടിങ്, ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനാണ് കൂടുതൽ ഇതുള്ളത്. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല കട്ടിയിലുള്ള ഇത് വേണം, വിസ്കോസിറ്റി നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കാരണം ബൈൻഡിങ് പ്രോപ്പർട്ടി കൂടെ വിസ്കോസിറ്റി കൂടുമ്പോൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് RT5 യൂസ് ചെയ്യും. അപ്പോൾ ബിറ്റുമിൻ ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ ടാറിനെ പറ്റി നമ്മൾ പറഞ്ഞു.
ബിറ്റുമിൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നാണ്. പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് ബിറ്റുമിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് പഴയ നമ്മുടെ ഈ കടൽ ജീവികളുണ്ടല്ലോ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗകൾ, വെള്ളത്തിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ജീവജാലങ്ങൾ ചത്തടിഞ്ഞ് അതിൻ്റെ മേലെ ഈ ലാവയോ അല്ലെങ്കിൽ മണ്ണൊക്കെ വന്നടിഞ്ഞ് അത് ഭൂമിക്ക് അടിയിൽ കടന്ന് പല പ്രോസസ്സ് വഴി പെട്രോളിയം പ്രൊഡക്റ്റായി മാറും അല്ലേ. ആ അതാണ് കടലിൽ നിന്നാണ് നമ്മൾ പെട്രോൾ എടുക്കുന്നത്, കടലിൽ നിന്ന് റിഫൈൻ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഷ്യനിലുള്ള അല്ലെങ്കിൽ അധികം ഓഷ്യനാണ്, സമുദ്രങ്ങളിൽ ഉള്ള ചത്തുപോയ ജീവജാലങ്ങളുടെ മേലെ മണ്ണ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവ ഡീക്കേ ചെയ്ത് കൺവേർട്ട് ആയി മാറുന്നതാണ് നമുക്കറിയാം പെട്രോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ പെട്രോളിയം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അണ്ടർ ദ ഹീറ്റ് ആൻഡ് പ്രഷർ ഓഫ് ബെറീഡ് ഡീപ്പ് ഇൻ ദ എർത്ത് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അവയുടെ ഡിസ്ട്രക്റ്റീവ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇത് നമുക്ക് അതേപോലെ തന്നെ ബിറ്റുമിൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ്. പക്ഷേ ഡിസ്റ്റിലേഷൻ ഓഫ് കൺട്രോൾഡ് ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയമാണ്. പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബിറ്റുമിൻ കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ റിഫൈനിങ് പ്രോസസ്സ് കഴിഞ്ഞ് പെട്രോളിയം കിട്ടിയതിന് ശേഷം അതിൻ്റെ ഡിസ്റ്റിലേഷനിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബിറ്റുമിൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും ബിറ്റുമിന് എന്താ കളറായിട്ടുള്ളത്, ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി ബിറ്റുമിൻ്റെ കളർ എന്ന് പറയുന്നതും ബ്ലാക്ക് ആയിട്ട് തന്നെ ആയിരിക്കാം. രണ്ടും ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ്. ഒന്ന് കിട്ടുന്നത് ചാർക്കോൾ അല്ലെങ്കിൽ കോളിൽ നിന്നാണ് ടാർ കിട്ടുന്നത്, ഇത് കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. ഈ ബിറ്റുമിനും ടാറും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ടാർ എന്ന് പറഞ്ഞൊരു തെർമോ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ വിസ്കോസിറ്റി ഓഫ് ബിറ്റുമിൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ബിറ്റുമിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ബിറ്റുമിന് നല്ല വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് റെസിൻസൊക്കെ ആഡ് ചെയ്തിട്ട്, വോളറ്റൈൽ ആയിട്ടുള്ള ഡൈല്യൂട്ടൻസ് ആഡ് ചെയ്തിട്ട്, C2S അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിറ്റുമിൻ്റെ ആ ഇത് കുറയ്ക്കാം, വിസ്കോസിറ്റി കുറയ്ക്കാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റുമിനെ കട്ട് ബാക്ക് എന്ന് പറയാം. കട്ട് ബാക്ക് ബിറ്റുമിൻ നമുക്ക് പഠിക്കുകയാണ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ചിലപ്പോൾ ഈ ബിറ്റുമിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എമൽസിഫയറിലേക്ക് ബിറ്റുമിൻ ആഡ് ചെയ്യും. ബിറ്റുമിൻ എന്ത് ചെയ്യും, നമ്മൾ ഈ എമൽസിഫയറിൻ്റെ ഒരു അക്വസ് മീഡിയ എടുക്കും. അക്വസ് മീഡിയ എടുത്തിട്ട്, അതായത് എമൽസിഫയർ കലക്കിയിട്ടുള്ള ഒരു വെള്ളം പോലുള്ള ഒരു എമൽസിഫയർ എടുക്കും. നമ്മൾ പെയിൻറ്റിലൊക്കെ ആഡ് ചെയ്യുന്ന പോലത്തെ എമൽസിഫയർ എടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബിറ്റുമിൻ ഒഴിക്കും. അങ്ങനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ എമൽഷൻ എന്നാണ് പറയുക, ബിറ്റുമിനസ് എമൽഷൻ. ബിറ്റുമിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബിറ്റുമിനസ് അസ്ഫാൾട്ട് ഉണ്ട്, ബിറ്റുമിനസ് അസ്ഫാൾട്ട് ഉണ്ട്, ബിറ്റുമിനസ് എമൽഷൻ ഉണ്ട്, ബിറ്റുമിനസ് കട്ട് ബാക്ക് ഉണ്ട്. അപ്പോൾ കട്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിറ്റുമിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്ത് അതിന് ഡൈല്യൂട്ട് ചെയ്യും, വോളറ്റൈൽ ഡൈല്യൂട്ടൻസ് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി അതുവഴി കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ബിറ്റുമിനെ കൈകാര്യം ചെയ്ത് മേലെ പരത്താം, റോഡിൻ്റെ സർഫസിൻ്റെ മേലെയൊക്കെ പരത്താം. അങ്ങനെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡൈല്യൂട്ടൻസ് റോഡിൻ്റെ മേലെ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഡൈല്യൂട്ടൻസ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ബിറ്റുമിൻ അവിടെ തന്നെ നിന്ന് എന്താവും, അവിടെ ഹാർഡായിട്ട് പറ്റി പിടിച്ച് സ്റ്റേബിളായി മാറും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ എമൽഷൻ എന്ന് പറഞ്ഞാലും. ബിറ്റുമിനെ നമ്മൾ കലക്കുകയാണ് ഒരു അക്വസ് മീഡിയത്തിൽ. അപ്പോൾ വെള്ളത്തിൽ കലങ്ങാത്തതുകൊണ്ട് എമൽസിഫയറിൽ അതിനെ കലക്കിയിട്ട് അത് സർഫസിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും ക്ലാസിഫിക്കേഷനാണ്. ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ടു ബ്രൗൺ കളറായിരിക്കും. ടാർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ഡാർക്കിഷ് ബ്രൗൺ കളറാണ്. ബിറ്റുമിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്, കൺട്രോൾഡ് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ടാർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കോൾ അല്ലെങ്കിൽ വുഡിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ്. ബിറ്റുമിൻ കാർബൺ ഡൈ സൾഫേറ്റിൽ സോല്യൂബിൾ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ടെട്രാ, അത് നമ്മൾ പറഞ്ഞല്ലോ എമൽസിഫയർ എന്ന് പറഞ്ഞല്ലോ. ബിറ്റുമിനെ നമുക്ക് എമൽസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഡൈല്യൂട്ടൻസ് ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ ബിറ്റുമിൻ എന്താണ്, കാർബൺ ഡൈ സൾഫേറ്റ്, കാർബൺ ടെട്രാ ക്ലോറൈഡിലൊക്കെ സോല്യൂബിൾ ആണ്. പക്ഷേ ടാർ ഇതിൽ സോല്യൂബിൾ അല്ല, പകരം ടാർ സോല്യൂബിൾ ആയിട്ടുള്ളത് ടൊളുവിനിലാണ്. ബിറ്റുമിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 400 to 5000 ഇടയിലാണ്. ടാറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കുറവാണ് ബിറ്റുമിനേക്കാൾ, 150 to 3000 ഇടയ്ക്കാണ്. ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ ഈ ഒരുപാട് എമൗണ്ട് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ലാർജ് എമൗണ്ട് ആയിട്ട് ബിറ്റുമിനിൽ പ്രസൻ്റ് ആണ്.
പക്ഷേ ടാറിൽ കൂടുതലായിട്ടുള്ളത് ഒരു ഓയിലി മാറ്ററാണ്, അതിന് മോളിക്കുലർ വെയിറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ബിത്തുമിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഓയിലി മാറ്റർ വെള്ളത്തിന് പാറി കിടക്കാൻ അതിൻ്റെ ടെൻഡൻസി ഉണ്ടാവുക. അതുകൊണ്ടാണ് ബിത്തുമിനെ മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ ടാറിന് മോളിക്കുലർ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ബിത്തുമൻ ഷോസ് റെസിസ്റ്റൻസ് ടു കോട്ടിംഗ് റോഡ് അഗ്രിഗേറ്റ് ആൻഡ് ആൾസോ ഡസ് നോട്ട് റിറ്റെയിൻ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പ്രസൻസിൽ ബിത്തുമൻ എന്ത് ചെയ്യില്ല, റിറ്റെയിൻ ചെയ്യില്ല. ഓക്കെ, അതായത് വെള്ളത്തിനെ കടത്തി വിടാൻ അതിന് കഴിയില്ല, വാട്ടർ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ടാറ് പെട്ടെന്ന് കോട്ട് ചെയ്യും, ബിത്തുമിനെ അപേക്ഷിച്ച് പെട്ടെന്ന് റീറ്റെയിൻ ചെയ്യും. വെള്ളത്തിന് പ്രസൻസ് വെള്ളത്തിൽ പെട്ടെന്ന് റീറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. ബിത്തുമിന് അങ്ങനെ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് റീറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കില്ല. പിന്നെ ബിത്തുമിനിലുള്ള ഫ്രീ കാർബൺ കണ്ടൻറ്റ് കുറവാണ്, അവിടെ കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കാർബൺ ഫ്രീ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് എന്താണ് വേറെ ഉള്ളതുമായിട്ട് റിയാക്ട് ചെയ്യാനും ചാടിപ്പോവാനും അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ മാറ്റാനൊക്കെ ഉള്ള ടെൻഡൻസി കുറവായിരിക്കും. പക്ഷേ ടാറിൽ ഫ്രീ കാർബൺ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരാനും റിയാക്ടിവിറ്റി ഒക്കെ കുറച്ചുകൂടി ബിത്തുമിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. കൂടുതൽ വെതറിങ് റെസിസ്റ്റൻസ് കാണിക്കുന്ന ബിത്തുമിനാണ്. ടാറിനെ കമ്പയർ ചെയ്യുമ്പോൾ വെതറിങ് റെസിസ്റ്റൻസ് കൂടുതലുള്ളത് ബിത്തുമിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിത്തുമിനസ് പേയ്മെൻറ്റ് പല രീതിയിലുണ്ട്. തിൻ ബിത്തുമിനസ് സർഫസിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതായത് സർഫസിൻ്റെ മേലെ ചെറിയ തോതിൽ മാത്രം എന്ത് ചെയ്യാണ്, നമ്മുടെ റോഡ് സർഫസ് വീറിങ് കോഴ്സ് ഉണ്ടല്ലോ, സർഫസ് കോഴ്സിന് ചെറിയ തിൻ ലെയർ മാത്രം ബിത്തുമിൻ കൊടുക്കുന്നു. വെറും ഒരു ചെറിയ ലെയർ മാത്രം ബിത്തുമിൻ കൊടുക്കുകയാണെങ്കിൽ അത് ലൈറ്റ് ട്രാഫിക്കിനെ നമ്മൾ യൂസ് ചെയ്യുക. അതായത് അധികം വാഹനങ്ങളൊന്നും പോകാനില്ല, വലിയ കേടുപാടുകളൊന്നും പറ്റാനില്ലെങ്കിൽ തിൻ സർഫസിങ് കൊടുത്താൽ മതി. പക്ഷേ തിക്കർ ബിത്തുമിനസ് സർഫസിങ് കൊടുക്കണം ഹെവിയർ ട്രാഫിക് ആണെങ്കിൽ. ഇനി കുറച്ചുകൂടി കൂടുതൽ ഹെവിയർ ട്രാഫിക് ആണെങ്കിൽ ബേസ് കോഴ്സിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ബിത്തുമിൻ അല്ലാണ്ട് വേറെ ബിത്തുമിനെ കൂടെ ബൈൻഡ് ചെയ്യാൻ വേറെ അഡീഷണൽ ബൈൻഡേഴ്സും കൂടെ യൂസ് ചെയ്യും. ഈ ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയൊരു സർഫസ് ഉണ്ട്, ഇപ്പോൾ ഒരു റോഡ് സർഫസ് ഉണ്ട്, അതിൻ്റെ മേലെ നമ്മൾ ഒരു ലെയറും കൂടി ചെയ്തിട്ട് റോഡിൻ്റെ തിക്നെസ് കൂട്ടുകയാണ്. ട്രാഫിക് കുറച്ച് എന്ത് ചെയ്തു, പണ്ട് അതിൽ ലൈറ്റ് ട്രാഫിക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് കൂടെ കൂടുതൽ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി. അപ്പോൾ റോഡിന് ഡാമേജ് കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ലെയറും കൂടെ അതിൻ്റെ മേലെ നമ്മൾ എന്താണ് ഒരു ബേസ് കോഴ്സും കൂടി കൊടുത്തിട്ട് സർഫസിങ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ബേസ് കോഴ്സും കൂടി അതിൻ്റെ മേലെ നിരത്താണ്. അപ്പോൾ ഒരു ലെയർ മെറ്റലും കൂടി അതിൻ്റെ മേലെ നിരത്തി അതിൻ്റെ മേലെ കോമ്പാക്ഷനൊക്കെ ചെയ്ത് അതിൻ്റെ മേലെ നമ്മൾ സർഫസ് കോഴ്സ് എല്ലാം കൊടുക്കാൻ, സർഫസ് ഡ്രസ്സിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ലെയർ, ഇപ്പോൾ അവിടെ ഒരു ലെയർ ഉണ്ട് അല്ലേ, ആ ലെയറുമായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലെയർ രണ്ടും തമ്മിലൊരു ബൈൻഡിങ് വേണം. അപ്പോൾ ആ ഇടയിൽ എന്താണ് ഒരു ഇൻ്റർഫേസ് ആയിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്താം. എന്നാലാണ് അതിനെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. രണ്ട് റോഡിൻ്റെ അതായത് രണ്ട് ലെയറിൻ്റെയും ഇടയ്ക്ക് വരുന്ന ജോയിനിങ് പോർഷനെയാണ്, അല്ലെങ്കിൽ രണ്ട് ലെയറും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു പ്രതലത്തിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിന് ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. അതായത് ആദ്യം ഈ എക്സിസ്റ്റിംഗ് റോഡിൻ്റെ മേലെ കൂടെ അവിടെ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഴികളെല്ലാം അടയ്ക്കും. എന്നിട്ട് ഒരു ലെയർ ബിത്തുമിന് അതിൻ്റെ മേലെ കൂടെ ബൈൻഡിങ് കിട്ടാൻ വേണ്ടി, കണ്ടിട്ടില്ലേ ഈ തൊള്ള ക്യാനൊക്കെ പിടിച്ചുകൊണ്ട് ആൾക്കാരിങ്ങനെ വീശി നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ആ തൊള്ള ഭാഗത്ത് കൂടെയൊക്കെ നമ്മളുടെ ഈ എണ്ണയൊക്കെ ആക്കണ മെറ്റൽ ക്യാൻ ഉണ്ടല്ലോ, മെറ്റൽ ക്യാനിൽ ഇങ്ങനെ അവർ തുളയാക്കിയിട്ട് വീശി നടക്കുന്നുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ വീശുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബിത്തുമിൻ നിറച്ചിട്ടുണ്ടാവും. ആ ബിത്തുമിൻ റോഡിലൂടെ ലെയർ ബൈ ലെയർ ആയിട്ട് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മേലെ കല്ല് നിരത്തിയിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ലെയറും നമ്മൾ കൊടുക്കുന്ന ലെയറുമായിട്ട് അവിടെ ഒരു ബൈൻഡിങ് ഉണ്ടാവണ്ടേ, തമ്മിലൊരു പിടുത്തം ഉണ്ടാവണം. അല്ലെങ്കിൽ രണ്ട് ലെയറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ബുദ്ധിമുട്ടാണ്, ഡ്രെയിനേജിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യും. പ്രൈം കോട്ടും ചെയ്യും, ടാഗ് കോട്ടും ചെയ്യും. സർഫസ് കോട്ടിങ് നമ്മൾ ചെയ്യണതിനാണ് സീൽ കോട്ട് എന്ന് പറയാറുള്ളത്. നമ്മളിപ്പോൾ സർഫസ് ഡ്രസ്സിങ് ചെയ്യുമല്ലോ, മേലത്തെ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യണം, വീറിങ് കോഴ്സ് കൊടുക്കില്ലേ, മഴയിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാൻ ഒക്കെ വേണ്ടി കൊടുക്കുന്ന ആ സർഫസ് കോഴ്സിനെ നമ്മൾ സീൽ കോട്ട് എന്ന് പറയാം. അപ്പോൾ ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് രണ്ടെണ്ണമുള്ള പ്രൈം കോട്ടും ടാഗ് കോട്ടും. അപ്പോൾ ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൈം കോട്ട് കൊടുത്തിട്ട് ടാഗ് കോട്ടും കൂടി കൊടുക്കും.
അപ്പോൾ പ്രൈം കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർഫസിൽ അവിടെ ഇവിടെ ചെറിയ തുളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഴികളെല്ലാം മെറ്റലൊക്കെ ഇട്ട് നിരത്തിയതിന് ശേഷം ഈ കാണാത്ത മൈന്യൂട്ടായിട്ടുള്ള തുളകളെല്ലാം ബിറ്റുമിൻ യൂസ് ചെയ്ത് അടയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിന് എക്സിസ്റ്റിംഗ് റോഡ് സർഫസിലുള്ള കേടുപാടുകളെ റെഡിയാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്രൈം കോട്ട് ചെയ്യാറുള്ളത്. ടാഗ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സർഫസും തമ്മിൽ ബൈൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ പ്രൈം കോട്ടിംഗ് എന്താണെന്ന് നോക്കാം. When a bituminous layer is to be laid over a granular or non-bituminous layer, base or sub-base course, liquid bituminous binder of low viscosity is used. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺക്രീറ്റ് റോഡുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രേവൽ റോഡുണ്ട്. അങ്ങനെ ബിറ്റുമിനസ് റോഡല്ലാതെ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് റോഡുകൾ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് സിമെൻറ്റ് കോൺക്രീറ്റ് റോഡാണ്, അതിൻ്റെ മേലെ നമ്മളൊരു ലെയർ ബേസ് കോഴ്സ് നിരത്തിയിട്ട് ബിറ്റുമിൻ ലെയർ പ്രൊവൈഡ് ചെയ്യാമെന്ന് കരുതുക. അങ്ങനത്തെ കേസിലോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡാണ്, അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലെയർ മെറ്റൽ നിരത്താണ്, ബേസ് കോഴ്സ് ആയിട്ടുള്ള മെറ്റൽ നിരത്തിയിട്ട് അതിൻ്റെ മേലെ റോളറൊക്കെ കൊടുന്ന് റോൾ ചെയ്ത് കോമ്പാക്ഷൻ ചെയ്ത് അതിൻ്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് സർഫസ് ഡ്രസ്സിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ലെയറുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് പ്രൈം കോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ലോ വിസ്കോസിറ്റിയിലുള്ള ലിക്വിഡ് ബിറ്റുമിൻ ബൈൻഡറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വോയിഡ്സൊക്കെ തുളകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഡീപ്പായിട്ട്, വിസ്കോസിറ്റി കൂടിയതാണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ടെൻഡൻസി കുറവായിരിക്കും, കട്ടിയുള്ളതല്ലേ, അപ്പോൾ അത് അങ്ങനെ നിൽക്കുകയോ ചെയ്യുള്ളൂ. പക്ഷേ വിസ്കോസിറ്റി കുറഞ്ഞതാകുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ആ വോയിഡ്സിനെല്ലാം സീൽ ചെയ്തിട്ട് അവിടെ അടച്ചു കളയും. അതുവഴി നമ്മുടെ സബ്ഗ്രേഡ് ആയിട്ടുള്ള സോയിലിൽ നിന്ന് മേലേക്ക് വെള്ളം ക്യാപ്പിലാരിറ്റി റൈസ് വഴി പൊങ്ങി വരാനുള്ള ചാൻസസ് ഇല്ലാണ്ടാവും, അതവിടെ സീൽ ചെയ്തോളും. പിന്നെന്താണ്, കോട്ട് ആൻഡ് ബോണ്ട് ദ ലൂസ് പാർട്ടിക്കിൾസ് ഓൺ ദ സർഫസിലിപ്പോൾ ഈ കോൺക്രീറ്റ് റോഡിൻ്റെ മേലെ കല്ലൊക്കെ ഇളകി പോരാൻ തുടങ്ങിയിട്ടുണ്ട്, അവിടെ കുഴികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെയർ ബിറ്റുമിൻ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അതിനെ അവിടെ എന്ത് ചെയ്തോളും, പിടിച്ച് നിർത്തിക്കോളും. അതുവഴി എന്താണ്, അതൊന്നും ഇളകി പോരാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. സർഫസ് കൂടുതൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആക്കും. പിന്നെന്താണ്, പെർമിറ്റ് ദ ടാഗ് കോട്ട് ടു ബി അപ്ലൈഡ് ഓവർ ദ പ്രൈംഡ് സർഫസ്. അപ്പോൾ ഇങ്ങനെ പ്രൈം കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാഗ് കോട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വെൻ ദ ട്രാഫിക് ഹാവ് ടു യൂസ് ഹാഫ് ദ റോഡ് വേ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ട്രാഫിക്കിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, റോഡ് മൊത്തത്തിൽ നമ്മൾ മിക്കവാറും അടയ്ക്കില്ല, പകുതി മാത്രം അടയ്ക്കും, ഒരു ഭാഗം അല്ലേ, മറ്റു ഭാഗം ട്രാഫിക്കിന് തുറന്നു കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബേസ് കോഴ്സിന് അല്ലെങ്കിൽ ബേസ് ലെയറിലേക്ക് വരുന്ന ലോഡ്, അപ്പോൾ അവിടെ ലോഡ് കൂടുതലല്ലേ ചെയ്യുന്നത്, വൺ വേ ആകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ആ ഒരു വഴി മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്റ്റിംഗ് ലെയറായിട്ട്, കൂടുതൽ ലോഡ് വരുന്ന കേസിൽ അതിനൊരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറായിട്ട് പേയ്മെൻറ്റ് ആക്ട് ചെയ്യും. കണ്ടോ ഫിഗർ കണ്ടോ, പ്രൈം കോട്ട് പെനട്രേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങിപ്പോയി ബേസ് കോഴ്സിലുള്ള അഗ്രിഗേറ്റിന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ബിറ്റുമിൻ കണ്ടോ, ഡാർക്ക് കളറിൽ കാണുന്ന ബിറ്റുമിൻ അതിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസിനെ അത് ഫേമായി പിടിച്ചു നിർത്തും. അപ്പോൾ ഈ കല്ലുകൾക്കൊക്കെ ലോഡ് വന്നാലും പറഞ്ഞു പോരാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ് കോഴ്സ് നമ്മൾ ആദ്യം ബേസ് കോഴ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്, സബ്ഗ്രേഡ് ബേസ് കോഴ്സിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ബേസ് കോഴ്സ് നമ്മൾ ആദ്യം ക്ലീൻ ആക്കും, എന്നിട്ട് അതിൻ്റെ മേലുള്ള പൊടിയെല്ലാം ഒഴിവാക്കി കളയും. എന്നിട്ട് നമ്മൾ ബിറ്റുമിനസ് എമൽഷൻ ഉണ്ടാക്കും. അപ്പോൾ സ്ലോ സെറ്റിംഗ് ഗ്രേഡ് ആയിട്ടുള്ള SS1 ആ ഗ്രേഡാണ് യൂസ് ചെയ്യുക, അതായത് സ്ലോ സെറ്റിംഗ് ഗ്രേഡ് എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കാറ്റയോണിക് ബിറ്റുമിൻ എമൽഷനാണ് ഉണ്ടാക്കുക. നമ്മളതിന് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല, അപ്പോൾ കാരണം എമൽഷൻ അല്ലേ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ വിസ്കോസിറ്റി കുറവാണ് അല്ലേ, വിസ്കോസിറ്റി കുറയ്ക്കാൻ എമൽഷനിലേക്ക് ആക്കുന്നത്. പിന്നെ ഹീറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേൽഭാഗം റോഡൊന്ന് നനച്ച് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ റോഡ് നനച്ച് കാണും, കാരണം നനച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ റോഡ് നനയ്ക്കുന്നത് കാണാം. അപ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പിടുത്തം കിട്ടാനാണ്, കറക്റ്റ് ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി അവിടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എമൽഷനിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റോഡിൻ്റെ സർഫസ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ. പിന്നെ കട്ട് ബാക്ക് ബിറ്റുമിൻ യൂസ് ചെയ്യാറുണ്ട്. കട്ട് ബാക്ക് ബിറ്റുമിൻ ആണെന്നുണ്ടെങ്കിൽ ബേസ് ഫുള്ളായിട്ട് ഡ്രൈ ആയിരിക്കണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് കാറ്റയോണിക് ബിറ്റുമിൻ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് എന്ത്, നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ലൈറ്റ് ഡാമ്പ് ആയിരിക്കണം, വെള്ളം എമൽഷനിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ബാക്ക് ബിറ്റുമിൻ ആണെങ്കിൽ ബേസ് കോഴ്സ് കംപ്ലീറ്റ് ഡ്രൈ ആയിരിക്കണം. പിന്നെന്താ, പ്രൈമറി സപ്ലൈഡ് യൂണിഫോംലി അറ്റ് ദ സ്പെസിഫൈഡ് റേറ്റ് യൂസിങ് എ പ്രഷർ സ്പ്രേ. നിങ്ങൾ കണ്ടിട്ടില്ല ആൾക്കാരിങ്ങനെ
ഒരു സ്പ്രേ പോലുള്ള സംഭവം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒരു പ്രഷർ സ്പ്രെയർ പോലുള്ള സംഭവം യൂസ് ചെയ്തിട്ടാണ് ഇതെന്ത് ചെയ്യുക, ഈ പ്രൈമർ അപ്ലൈ ചെയ്യുക. അത് ഒരു യൂണിഫോമായിട്ട് കോൺസ്റ്റൻറ്റ് റേറ്റിൽ അപ്ലൈ ചെയ്യണം. സർഫസിൻ്റെ പോറോസിറ്റി അനുസരിച്ച് അപ്ലൈ ചെയ്യണം. നല്ല പോറോസിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. 24 hours അത് ക്യൂർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നെ അത് തുറന്നു കൊടുക്കും. നെക്സ്റ്റ് പറയുന്നത് ടാക്കോട്ടാണ്. ഇപ്പോൾ ടാക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ബിത്തുമിനസ് മെറ്റീരിയൽ ഓഫ് ഹയർ വിസ്കോസിറ്റി ഓവർ എ റിലേറ്റീവ്ലി ഇംപെർവിയസ് സച്ചസ് ആൻഡ് എക്സിസ്റ്റിംഗ് ബിത്തുമിനസ് സർഫസ്. പെർവിയസ് ആയിട്ടുള്ള സർഫസിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്, പ്രൈം കോട്ട്. പെർവിയസ് അല്ലാതെ ഇംപെർവിയസ് ആയിട്ടുള്ള, അതായത് ഒരു ബിത്തുമിനസ് ലെയറിൻ്റെ മേലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ബിത്തുമിനസ് ലെയർ ഓൾറെഡി അവിടെ ഉണ്ട്, ഒരു ബിത്തുമിനസ് റോഡ് അവിടെ ഉണ്ട്. അതിൻ്റെ മേലെ നമ്മൾ അതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തിക്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, ബിത്തുമിനസ് ഇതെന്തായിരിക്കണം, ഇംപെർവിയസ് ആവണം. ഇനി എവിടെയെങ്കിലും ചെറിയ തുളകളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മൾ അടച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ പ്രൈം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ ടാക്ക് കോട്ടിങ് ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ്, ചെറിയ തുളകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈം കോട്ടിങ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മേലെ ടാക്ക് കോട്ടിങ് ചെയ്യും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വിസ്കോസിറ്റി കൂടിയ ബിത്തുമിനസ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിത്തുമിനസ് സർഫസും ഇനി നമ്മൾ കൊടുക്കുന്ന ബിത്തുമിനസ് സർഫസും രണ്ടും തമ്മിലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ടു പ്രൊവൈഡ് പ്രോപ്പർ അഡ്ഹഷൻ ബിറ്റ്വീൻ ബേസ് കോഴ്സ് ആൻഡ് ദ ബിത്തുമിനസ് പേയ്മെൻറ്റ് ലെയർ. അപ്പോൾ നമ്മൾ ലേ ചെയ്യുന്ന ബേസ് കോഴ്സും എക്സിസ്റ്റിംഗ് ആയ ബിത്തുമിനസ് ലെയറും തമ്മിൽ ഒരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദ ബൈൻഡർ ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു പെനട്രേറ്റ് ഇൻ ടു ദ പേയ്മെൻറ്റ് സർഫസ് ആൻഡ് സീൽ ദ വോയിഡ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വോയിഡ്സ് സീൽ ചെയ്യാനും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തുളകൾക്കിടയിലേക്ക് ഈ ബിത്തുമിനസ് പാർട്ടിക്കിൾ ഇറങ്ങിപ്പോവാനും വേണ്ടിയിട്ടല്ല ഇത് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇറങ്ങിപ്പോവില്ല, കാരണം ഇവിടെ ഹൈ വിസ്കോസിറ്റി, കുറച്ച് വിസ്കോസിറ്റി കൂടിയാതെ യൂസ് ചെയ്യണം. അപ്പം വോയിഡ്സ് ഉണ്ട്, തുളകൾ അടയണം, നമ്മൾ അതിലേക്ക് വോയിഡ്സ് അടയാൻ വേണ്ടിയിട്ട് ബിത്തുമിൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പ്രൈം കോട്ടിങ് ചെയ്യണം. അവിടെ വിസ്കോസിറ്റി കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈം കോട്ടിങ് ചെയ്തതിന് ശേഷം, അങ്ങനെയുള്ള റോഡുകളിൽ പ്രൈം കോട്ടിങ് ചെയ്തതിന് ശേഷം ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ടാക്ക് കോട്ട് ബിത്തുമിനസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റയോണിക് ബിത്തുമിൻ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടത് ബിത്തുമിനസ് സർഫസിൻ്റെ മേലെ തന്നെയാണെങ്കിൽ 0.2 to 0.3 kg/m² എന്നുള്ള കണക്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതല്ല ഗ്രാനുലാർ സർഫസാണ്, അതിൻ്റെ മേലെ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുള്ള, ഇപ്പോൾ ചരലായിരിക്കും, പക്ഷെ അതിൻ്റെ മേലെ എന്താണ് ബിത്തുമിൻ്റെ ഒരു ചെറിയ കോട്ടിങ് പോലെ അല്ലെങ്കിൽ ബിത്തുമിൻ ബൈൻഡറായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.25 to 0.3 kg/m² അപ്ലൈ ചെയ്യുന്നത്. സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിൻ്റെ മേലെയാണ് നമ്മൾ ബിത്തുമിനസ് റോഡ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ 0.3 to 0.35 കുറച്ചുകൂടെ ഇതിൽ എന്ത് ചെയ്യണം, ബിത്തുമിൻ സ്പ്രേ ചെയ്യണം. ഇനി VG10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട്. അതാണെങ്കിൽ ബിത്തുമിനസ് സർഫസ് ആണെങ്കിൽ 0.3 to 0.4, ഗ്രാനുലാർ സർഫസ് വിത്ത് ട്രീറ്റഡ് പ്രൈമർ ആണെങ്കിൽ എന്താണ് 0.35 to 0.45 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ടാക്ക് കോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക, സർഫസ് ക്ലീൻ ആക്കുക, ഡസ്റ്റ് എല്ലാം ഒഴിവാക്കുക. കാറ്റയോണിക് ബിത്തുമിൻ എമൽഷൻ ആണെങ്കിൽ ഗ്രേഡ് RS1 ആണെങ്കിൽ സ്പ്രേ ടെമ്പറേച്ചർ 20 to 70 degree Celsius വരെ പോകാൻ പാടുള്ളൂ. അതായത് നമ്മളിവിടെ അത്രയൊന്നും കൂടില്ല, ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചോക്ലേറ്റ് ബ്രൗൺ ടു ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമ്മളത് ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യണം. VG10 ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ഗ്രേഡാണ് ഉദ്ദേശിക്കുന്നത്. ഹീറ്റഡ് ഇൻ ബിത്തുമിൻ ബോയിലർ ടു അച്ചീവ് എ വിസ്കോസിറ്റി ഓഫ് 2 poise. അപ്പോൾ അതിന് വിസ്കോസിറ്റി 2 poise ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബിത്തുമിൻ ബോയിലറിൽ അതിനെ ബോയിൽ ചെയ്യുക ആദ്യം. ആ വിസ്കോസിറ്റിയിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റേറ്റിൽ, സ്പെസിഫൈഡ് റേറ്റിൽ പ്രഷർ സ്പ്രെയർ വെച്ച് സർഫസിൽ അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ ബിത്തുമിൻ ലെയർ അപ്പം തന്നെ പ്ലേസ് ചെയ്യുക. ടാക്ക് കോട്ടിൻ്റെ മേലെ ബേസ് കോഴ്സ് നിരത്തിയിട്ട് കോമ്പാക്ഷൻ ചെയ്ത് സർഫസ് ഡ്രസ്സിംഗ് ഒക്കെ അപ്പം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫിഗർ ടാക്ക് കോട്ട് ചെയ്യുന്നത് കണ്ടോ അങ്ങനെ ബിത്തുമിൻ്റെ ലെയേഴ്സായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സർഫസിൽ. അപ്പോൾ നമ്മൾ ടാക്ക് കോട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ടാക്ക് കോട്ട് പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഇത് ഹൈഡ്രോളിക് ബ്രൂം, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ചേച്ചിമാർ ഇങ്ങനെ ചൂലുകൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് മെക്കാനിക്കലായിട്ടുള്ളത്, അപ്പോൾ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ നമ്മൾ ബേസ് കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതിലത്തെ ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ അടിച്ചുവാരി വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ സർഫസിൽ സ്റ്റോൺ ചിപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നന്നായിട്ട് അടിച്ചുവാരി കൊടുത്താൽ അതിൻ്റെ ഇടയിലേക്കൊക്കെ ഈ പൊടി ഇറങ്ങിയിട്ട് അവിടെ വോയിഡ്സ് എല്ലാം ഫില്ലാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇപ്പോൾ ഹൈഡ്രോളിക് ബ്രൂമാണ് യൂസ് ചെയ്യുന്നത്.
സീൽ കോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ സീൽ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഡ്രസ്സിങ് ആണ്. നമ്മളതെല്ലാം ചെയ്ത് സ്റ്റോൺ ചിപ്പിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള വോയിഡ്സ് എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ റോളേഴ്സൊക്കെ റോൾ ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സർഫസിൽ ഒരു ലെയർ ബിത്തുമിൻ പ്രൊവൈഡ് ചെയ്യും. അതായത് അത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടും വെതർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുമാണ്. മഴവെള്ളമൊന്നും ഇതിൻ്റെ മേലെ വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വോയിഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാതെ രണ്ട് സൈഡ് വഴി ഡ്രെയിനേജിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയിക്കോളും. ഇപ്പോൾ ടോപ്പ് കോട്ട് ഓവർ ഇംപെർവിയസ് ബിത്തുമിൻ ലെയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കോമ്പാക്ഷൻ ഒക്കെ ചെയ്ത് ബിത്തുമിൻ ഒക്കെ ഇട്ട് നമ്മൾ അതിൻ്റെ ഇടയിലുള്ള വോയിഡ്സ് എല്ലാം ഫില്ല് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ മേലെ നമ്മളൊരു ടോപ്പ് കോട്ട് കൊടുക്കും, ടോപ്പ് കോട്ട് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് സീൽ കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബിത്തുമിൻ്റെ റോഡിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പെനട്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കിഡ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. എക്സിസ്റ്റിംഗ് ഡ്രൈ കണ്ടീഷൻ അല്ലെങ്കിൽ റോഡ് സർഫസിന് എപ്പോഴും ഒരു ഡ്രൈ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും റോഡിലെ പ്രോപ്പർട്ടീസ് മാക്സിമം ഡ്രൈവിംഗ് കംഫർട്ട് കൊടുക്കുന്നതിനും ഒക്കെ സീൽ കോട്ട് സഹായിക്കും. ഇപ്പം അൺസീൽഡ് റോഡാണെങ്കിൽ കണ്ടോ, കുഴിയും കുണ്ടൊക്കെ ആയിട്ട് കിടക്കുന്നു. സീൽഡ് റോഡാകുമ്പോൾ സ്മൂത്തായിരിക്കും സർഫസ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാറുള്ളത് പ്രീമിക്സ് കാർപ്പറ്റിൻ്റെ മേലെയാണ്. രണ്ട് രീതിയിലുണ്ട്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. ഇപ്പോൾ ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റഡ് ബിത്തുമിനസ് ബൈൻഡറാണ്. അതായത് ബിത്തുമിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് സർഫസിൽ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈൻഡർ കൊടുക്കുമല്ലോ, അതായത് ബേസ് കോഴ്സിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാൾ സ്റ്റോൺ ചിപ്പിങ്സും അതൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ബിത്തുമിനസ് ബൈൻഡർ സ്പ്രേ ചെയ്യും. അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത ശേഷം നോമിനൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ സ്റ്റോൺ ചിപ്പിങ്സ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് പ്രൊവൈഡ് ചെയ്ത് സർഫസ് എല്ലാം കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പ് എ സീൽ കോട്ടാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ബ്രഷിങ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ബ്രഷ് യൂസ് ചെയ്തിട്ട് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ റോളർ 8 to 10 റോളർ യൂസ് ചെയ്ത് റോള് ചെയ്യും. അപ്പോൾ റോള് ചെയ്യുമ്പോൾ അഡീഷണൽ സ്റ്റോൺ ചിപ്പിങ്സ് എവിടെയെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോരാൻ തോന്നുകയാണെങ്കിൽ, എവിടെയെങ്കിലും വോയിഡ്സ് ഇനിയും ഫില്ല് ആവാനുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റോൺ ചിപ്പിങ്സ് നമുക്ക് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഇറഗുലാരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന അഗ്രിഗേറ്റ്സ് കറക്റ്റ് ഫേമായിട്ട് നമ്മുടെ റോഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, റോളിങ് കണ്ടിന്യൂ ചെയ്യണം. 24 hours ആണ് ക്യൂരിങ് പീരീഡ്. അതിന് ശേഷം ട്രാഫിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇനി ടൈപ്പ് ബി സീൽ കോട്ടാണ്. അവിടെ ബിത്തുമിൻ ബൈൻഡറിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തതിന് ശേഷം ഹീറ്റഡ് ബിത്തുമിനും ഫൈൻ അഗ്രിഗേറ്റും കൂടി മിക്സ് ചെയ്യും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ഈ പാറപ്പൊടി പോലുള്ളതാണ് അവിടുത്തെ ഫൈൻ അഗ്രിഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫൈനായിട്ടുള്ള നമ്മുടെ എംസാൻഡ് പോലുള്ള പൊടി. അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ അപ്പോൾ എന്ത് ഫൈൻ അഗ്രിഗേറ്റ് നന്നായിട്ട് ബിത്തുമിൻ കോട്ടായിട്ടുണ്ടാവും ഇതിൻ്റെ മേലെ. അതിനെ നമ്മൾ സർഫസിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് റോളർ വെച്ച് റോൾ ചെയ്യുക. റോളർ വെച്ച് റോൾ ചെയ്തിട്ട് നമ്മുടെ സർഫസ് എന്തായിട്ടില്ല, സർഫസ് കറക്റ്റ് സീൽ ചെയ്യുന്നവരെ നമ്മൾ റോൾ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് സ്റ്റോൺ ചിപ്പിങ്സ് യൂസ് ചെയ്ത് അതിനെല്ലാം എന്ത് ചെയ്യും, റെക്ടിഫൈ ചെയ്യും. എന്നിട്ട് കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നത് വരെ നമ്മൾ റോളിങ് ചെയ്യും. 6 hours ഇവിടെ ക്യൂറിങ് പീരീഡ് വരുന്നുള്ളൂ. നേരത്തെ 24 hours ആയിരുന്നു, ഇവിടെ 6 hours ആണ്. എന്നിട്ട് ട്രാഫിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ബിത്തുമിനസ് റോഡ് കൺസ്ട്രക്ഷനാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടുത്തെ അഗ്രിഗേറ്റിൻ്റെ സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ചും ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചും അതനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ ബിത്തുമിനസ് ട്രീറ്റ്മെൻറ്റും ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സീൽ കോട്ട് അപ്ലൈ ചെയ്യുന്നത് സർഫസിന് വേണ്ടിയിട്ടാണ്, ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നത് ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റാണ്. പ്രൈം കോട്ട് എന്ന് പറഞ്ഞാൽ തുളകൾ അടയ്ക്കുന്നതിനും 2 ഡിഫറെൻറ്റ് ലെയേഴ്സ് തമ്മിലുള്ള ബൈൻഡിങ്ങിനും വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് ഓരോ ടൈപ്പിലുള്ള ബിത്തുമിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പല രീതിയിലുള്ള സിമെൻറ്റ് കോൺക്രീറ്റ് സർഫസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ മേലെ ബിത്തുമിൻ കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓരോ മെത്തഡോളജിയാണ് ബിത്തുമിനസ് റോഡ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് സർഫസിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലെസ് കോസ്റ്റ് കൺസ്ട്രക്ഷനും ലെസ്സർ ക്യൂറിങ് പീരീഡും ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബിത്തുമിനസ് റോഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉള്ളത് അല്ലേ.
ഇപ്പം ബിറ്റുമിനസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ബിറ്റുമിനസ് റോഡ് സർഫസിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വരുന്ന വലിയ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് അല്ലെങ്കിൽ വലിയ റോഡ് വർക്കെല്ലാം നമ്മൾ ബിറ്റുമിനസ് റോഡ് കൺസ്ട്രക്ഷൻ ആണ് നടത്താറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് പല രീതി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കട്ട് ബാക്ക് യൂസ് ചെയ്യും, എമൽഷൻ യൂസ് ചെയ്യും, ചിലപ്പോൾ ടാർ യൂസ് ചെയ്യാം, ബിറ്റുമിൻ യൂസ് ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ വൈഡ്ലി ബിറ്റുമിൻ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ബിറ്റുമിൻ ആണെങ്കിലും ടാർ ആണെങ്കിലും നമ്മളവിടെ ഹോട്ട് മിക്സ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, ബിറ്റുമിനാണെങ്കിലും ടാറിനാണെങ്കിലും അതിൻ്റെ വിസ്കോസിറ്റി കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഹീറ്റ് ചെയ്യും, റിക്വയർഡ് എമൗണ്ടിൽ അതിനെ ഹീറ്റ് ചെയ്യും. പക്ഷെ കട്ട് ബാക്ക് ആണെങ്കിലും എമൽഷൻ ആണെങ്കിലും അതിന് ഹീറ്റിംഗ് ആവശ്യമില്ല. നമ്മളിതിനെ എന്താണ് ഡൈല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, ലോ വിസ്കോസിറ്റി. അപ്പം അത് കോൾഡ് മിക്സിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ബിറ്റുമിനും ടാറും ഹോട്ട് മിക്സിലാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ്, അവിടുത്തെ മെറ്റീരിയൽസ് എങ്ങനെയാണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയാണ്, അതൊക്കെ അനുസരിച്ചിട്ട് പല രീതിയിലുള്ള ബൈൻഡേഴ്സും പല കൺസ്ട്രക്ഷൻ ടെക്നിക്കുമാണ് നമ്മൾ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ. ആ ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഏത്, പ്രൈം കോട്ടും ടാക്ക് കോട്ടും. സർഫസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതാണ് സർഫസ് ഡ്രസ്സിങ് ഉണ്ട്. അത് ഒരു രീതിയിൽ സർഫസ് ഡ്രസ്സിങ് നോർമലായി ചെയ്യും. പിന്നെ നമ്മൾ സീൽ കോട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഗ്രൗട്ടഡ് ഓർ പെനട്രേഷൻ ടൈപ്പ് ഉണ്ട്, അതിനെ പെനട്രേഷൻ മെക്കാഡം എന്ന് പറയാറുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 കേസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സർഫസ് ഡ്രസ്സിങ് ആൻഡ് സർഫസ് കോട്ടും ഇൻ്റർഫേസ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഗ്രൗട്ടഡ് അല്ലെങ്കിൽ പെനട്രേഷൻ ടൈപ്പ് കൺസ്ട്രക്ഷൻ. അതെന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ചെറുതായി പറഞ്ഞു, ഓൾറെഡി എക്സിസ്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ നമ്മൾ റോഡ് ബേസ് കോഴ്സ് ഒക്കെ നിരത്തിയതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള വോയിഡ്സിലേക്ക് ബിറ്റുമിൻ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ ഇടയിലുള്ള ബൈൻഡിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. പിന്നെ പ്രീമിക്സ് ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതിലാണ് ഒരുപാടെണ്ണം വരുന്നത്. ബിറ്റുമിൻ ബൈൻഡ് മക്കാഡം, ബിറ്റുമിനസ് കാർപ്പറ്റ്, ബിറ്റുമിനസ് കോൺക്രീറ്റ്, ഷീറ്റ് അസ്ഫാൾട്ട് അല്ലെങ്കിൽ റോൾഡ് അസ്ഫാൾട്ടും മാസ്റ്റിക് അസ്ഫാൾട്ടും. എന്ന് വെച്ചാൽ പ്രീമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മെറ്റീരിയൽ കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ടുള്ള നമ്മുടെ മെറ്റൽ എന്താണ് കുറച്ച് സൈസ് കൂടിയ സ്റ്റോൺ ആണ് അല്ലേ, സൈസ് കൂടിയിട്ടുള്ള ബസാൾട്ട് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് നമ്മൾ കോറിന്ന് ഒബ്റ്റെയിൻ ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ അതിനെ നമ്മൾ റോഡിൽ നിരത്തുന്നതിന് മുന്നേ നമ്മൾ ചിലപ്പോഴൊക്കെ കല്ലിങ്ങനെ നിരത്തി മാത്രം കാണാം. നമ്മൾ ലൈറ്റ് ട്രാഫിക്കുള്ള സ്ഥലത്തൊക്കെ കല്ല് നിരത്തി അതിന് വന്ന് റോളർ വന്ന് കോമ്പാക്ട് ചെയ്ത് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ടാറിങ് ചെയ്ത് അതിലേക്ക് അതിൻ്റെ ഇടയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് അവയെ ബൈൻഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ പ്രീമിക്സ് മെത്തേഡിൽ ആദ്യമേ കോഴ്സ് അഗ്രിഗേറ്റിനെ എന്ത് ചെയ്യും, ടാർ അല്ലെങ്കിൽ നമ്മുടെ ബിറ്റുമിനുമായിട്ട് മറ്റേ മിക്സിങ് പാനില്ലേ അതിൽ മിക്സ് ചെയ്യും. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റോഡ് സർഫസിൽ ഇത് വിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രീമിക്സ് കൺസ്ട്രക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീമിക്സ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ ഈ 5 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പെനട്രേഷൻ മെക്കാഡാണ്. പെനട്രേഷൻ മെക്കാഡത്തിൽ ബേസ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. തിക്നെസ് 50 mm to 75 mm. കണ്ടോ ഈ ഫിഗറിൽ കണ്ടോ, നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഹെവി സ്റ്റോൺസ് വലിയ സൈസ് കൂടിയിട്ടുള്ള കല്ല് നിരത്തി, അതിൻ്റെ മേലെ ബേസ് കോഴ്സ് ആയിട്ടുള്ള ചെറിയ കല്ല് നിരത്തി, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ബിറ്റുമിനെ പെനട്രേറ്റ് ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് ചെയ്തു, സ്മാൾ സ്റ്റോൺ ആദ്യം ഈ ഹെവി സ്റ്റോൺസിനെ കോമ്പാക്റ്റ് ചെയ്തു, അതിൻ്റെ മേലെ കുറച്ചുകൂടി സൈസ് കുറഞ്ഞ മെറ്റൽ നമ്മൾ നിരത്തി അതിനെ കോമ്പാക്റ്റ് ചെയ്തു, അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ബിറ്റുമിൻ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി ബിറ്റുമിൻ കൊടുക്കുകയാണ്. വിസ്കോസിറ്റി ഉള്ള ബിറ്റുമിൻ നമ്മൾ കൊടുക്കുകയാണ്. അതിനാണ് പെനട്രേഷൻ മെക്കാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസ് കോഴ്സിൻ്റെ തിക്നെസ് 50 to 75 mm ആയിരിക്കും. കോഴ്സ് അഗ്രിഗേറ്റ് ആദ്യം സ്പ്രെഡ് ചെയ്യും, എന്നിട്ട് നന്നായി കോമ്പാക്റ്റ് ചെയ്യും, എന്നിട്ട് അതിനൊരു ഡ്രൈ സ്റ്റേറ്റിൽ നന്നായി കോമ്പാക്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മേലേക്ക് ഹോട്ട് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ വിസ്കോസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ വിസ്കോസിറ്റി കുറഞ്ഞ ബിറ്റുമിൻ വളരെ ഹോട്ട് ബിറ്റുമിനസ് ബൈൻഡേഴ്സ് റിലേറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ ബിറ്റുമിൻ എമൽഷനും ബിറ്റുമിനസ് കട്ട് ബാക്കും ഒന്നുമല്ല, വിസ്കോസിറ്റി കുറഞ്ഞതല്ല, പക്ഷേ നമ്മൾ ഒന്ന് ചൂടാക്കുന്നത് വൊളറ്റൈൽ ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് വർക്കിംഗ് എളുപ്പമാണ്. അല്ലാതെ പറ്റ കട്ടായി സോളിഡ് സ്റ്റേറ്റിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പെനട്രേറ്റ് ചെയ്ത് ഇറക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. പക്ഷെ എന്നാൽ വിസ്കോസിറ്റി വേണം താനും. വിസ്കോസിറ്റി ഉണ്ടെങ്കിലാണ് അത് കറക്റ്റ് ബൈൻഡ് ചെയ്തിട്ട് ഈ സ്റ്റോണിനെല്ലാം ഒരുമിച്ച് പിടിച്ച് നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വിസ്കോസിറ്റി കൂടിയതിനെ ഇതിൻ്റെ സർഫസിലേക്ക്
സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ സർഫസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതെന്ത് ചെയ്യും, ഈ വോയിഡ്സിൻ്റെ ഇടയിലേക്കൊക്കെ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് സ്റ്റോൺസിൻ്റെ ഇടയിൽ നമ്മൾ കോമ്പാക്ട് ചെയ്ത് വെച്ചുള്ള സ്റ്റോൺസിൻ്റെ ഇടയിലുള്ള എന്താണ് ഇതിലേക്കൊക്കെ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, അവയെ ബൈൻഡ് ചെയ്ത് നിർത്തിക്കോളും. അപ്പോൾ ഫുൾ ഗ്രൗട്ടും ഉണ്ട്, സെമി ഗ്രൗട്ടും ഉണ്ട്. ഫുൾ ഗ്രൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡെപ്ത്ത്, നമ്മൾ കോമ്പാക്ട് ചെയ്ത അഗ്രിഗേറ്റിൻ്റെ ഫുൾ ഡെപ്ത്തിലേക്ക് ഇത് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങും. അപ്പോൾ ഇത് ഹെവി റെയിൻഫാളുള്ള റീജിയൻസ്, അവിടെയല്ലേ മഴയുടെ പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം കൂടുതൽ അവിടെ ആയതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഫുൾ ഗ്രൗട്ട് അപ്ലൈ ചെയ്യുക. സെമി ഗ്രൗട്ട് ആണെങ്കിൽ നമ്മളുടെ ബിറ്റുമിൻ ബേസ് കോഴ്സിൻ്റെ പകുതി ഡെപ്ത്ത് വരെയാണ് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ അത് മോഡറേറ്റ് റെയിൻഫാളും മോഡറേറ്റ് ട്രാഫിക് ഉള്ളിടത്തുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള പ്രീമിക്സ് മെത്തേഡാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.